അലിൻ ജോസ് പെരേര ഒരു പാട്ടുകാരനും കൂടിയാണല്ലോ. ഇഷ്ടപ്പെട്ട ഗായിക ഏതാണ്? ഇഷ്ടപ്പെട്ട ഗായിക എന്ന് പറയുമ്പോൾ അമൃത സുരേഷ്, പിന്നെ മറ്റേ നമ്മുടെ ശ്രേയാ ഘോഷൻ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രഷ് എന്ന് പറഞ്ഞ റിമി ടോമി. ഗായകനോ? ഗായകൻ നമുക്ക് സ്റ്റീഫൻ ദേവസി. സ്റ്റീഫൻ ദേവസി ഗായകനല്ലല്ലോ, മ്യൂസീഷ്യൻ അല്ലേ? ആണോ? പാട്ട് പാടുന്ന ആളാരാന്ന് വെച്ചാൽ ഗോപി സുന്ദർ പാട്ടുകാരനല്ലേ? ഗോപി സുന്ദർ, പിന്നെ MG ശ്രീകുമാരൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇത്രയും പേരെ പറഞ്ഞുകൊണ്ട് അവരുടെ കുറച്ച് പാട്ട് ഞാൻ പാടാം. MG ശ്രീകുമാർ ഒരു പാട്ട് ഞാൻ പാടാം. MG ശ്രീകുമാർ പാടിയൊരു പാട്ട്. അതന്നെ ആ പാട്ടാ. കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിയുന്ന പൊങ്കുല തിര പൊങ്കുര. ഓഹോ കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിയണ പൊങ്കുല തിര പൂന്തിര. ഓഹോ കുട്ടനാട്. വഞ്ചി സിനിമ തന്നെ വേറൊരു പാട്ടുണ്ട് മലയാളത്തിൽ തന്നെ, നരൻ സിനിമയില. വേൽമുരുക ഹരോഹര വേലായുധ ഹരോഹര സൂരം ഒട്ടിത്തോളം തള്ളും നാണം അക്കരെ ഇക്കരെ ഇങ്ങനെ തട്ടിത്തിട വേണം വാനമേനെ സുനച്ച് പുള്ളിപ്പെണ്ണുള്ളി തരാനേ വേൽമുരുക ഹര ഹരഹോ വേലായുധ ഹരോഹര. പിന്നെ ഗോപി സുന്ദറിന്റെ ഒരു പാട്ട് പറഞ്ഞു പെട്ടെന്ന് പറയാം. നാദർശനെ പറ്റി പറയാണ്ട്, നാദർശിക്കാൻ്റെ ഒരു പടത്തിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്നു വൺസ് അപ്പോൺ എ ടൈം കൊച്ചി. പുള്ളി ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഡയറക്റ്റ് ചെയ്തത്. ആള് ദിലീപേട്ടനെ വെച്ച് പാടിയ ഒരു പാട്ട് പാടാം. ദിലീപേട്ടനെ പൊക്കിപ്പടിയ പാട്ടാ, പുകഴ്ത്തിപ്പടിയ പാട്ടാ. സിനിമ എന്നാണ് ഷോയിൽ പുള്ളി. റെഡി 1 2 3 സ്റ്റാർട്ട്. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ വന്നവനാണീ സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. തലങ്ങും വിലങ്ങും മെമ്മിക്ക് കാട്ടി സിനിമ നടനായ താരം. സൈന്യമെന്നൊരു ജോഷി സിനിമ വന്നതോ ചെറുവേഷമായി. നായക വേഷമെന്നത് മാനത്തെ കൊട്ടാരമോ. സല്ലാപം സിനിമയിൽ ജൂനിയർ യേശുദാസ് ആയപ്പോൾ കേമന ഈ മീശ പിരിച്ചൊരു മാധവൻ നമ്മുടെ നാടിൻ്റെ താരമായി. പൊട്ടിച്ചിരിയുടെ ചലഞ്ച് വേഷൽ കൈയടി മേടിച്ച് ഒത്തിരി സീനുകളിൽ ലല്ല മന്ദഹാസം ചുണ്ടി നൽകാൻ വന്നവനാണ് ഈ ദിലീപേട്ടൻ. അതിനുമുമ്പ് നാദർശ ഒരു മെയിനായിട്ടൊരു പാട്ടോടാം. മെയിനായിട്ട് നാദർശ ഹിറ്റാക്കി പാട്ടോടാം. അമ്മറപ്പറന്നോണി സൂപ്പർ ഹിറ്റാ. പുള്ളി അതിൻ്റെ 2ാം ഭാഗം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ റോള് തരികയാണെങ്കിൽ നമ്മൾ ചെയ്യാം. ബിബി ജോർജൊക്കെ നമ്മൾ കൂട്ടാണ് വിളിക്കാക്കി ഭാഗ്യം. അപ്പോൾ അമ്മറിലെ പാട്ടോടാം. പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് പെണ്ണേ. ഓസലൈറ്റ് പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് പെണ്ണേ. ചെമ്പാരത്തി പൂവെടുത്ത് ചെവി ചൂടുമ്പോൾ അവൻ ഈ നാട്ടിലെ ശശാങ്കനാകും. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി, ഒരു തേങ്ങാപ്പീര പാട്ടിൻ്റെ ഒപ്പം താളവും പോയി. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. ഷാരൂഖ് ഖാനെ പോലെ ഗ്ലാമർ ഉണ്ടായാൽ ആദ്യം കാണുന്ന നേരം പെണ്ണെന്ന് പ്രേമിക്കും. ഷാരൂഖ് ഖാൻ്റെ ആവശ്യമില്ലാതാകുമ്പോൾ അമീർ ഖാൻ്റെ ഒപ്പം ഓടിപ്പോവും. ഓസലായിട്ട് പെണ്ണുങ്ങളും തെങ്ങിൽ കയറണ കാലം. പെണ്ണ് കെട്ടുന്നറിയാം, പെണ്ണ് കെട്ടുന്നറിയാം, ആണുങ്ങളുടെ കണ്ണ് കെട്ടെന്നറിയാം. തലയെറിഞ്ഞിട്ടും കൊല്ലുന്നറിഞ്ഞിട്ടും ബാപ്പാണ്ട് ജോലിക്ക് പെണ്ണുങ്ങൾ പോണില്ല പെണ്ണേ, സുന്ദരി പെണ്ണേ. മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി, ഒരു തേങ്ങാപ്പീര കാറ്റിൻ്റെ ഒപ്പം താളവും പോയി. പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. റിമിട്ടുമ്പോൾ ശബ്ദം കിട്ടില്ല, എന്നാലും ആ ഒരു പാട്ട് ഞാൻ പാടാം. 2 പാട്ട് പാടാം. ചിങ്ങമാസം
ഒരു കുട്ടിയെടുത്ത വോയിസിൽ പടം, കുട്ടിത്തത്തുള്ള വോയിസിൽ ചിങ്ങമാസം പടം. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനെൻ സ്വന്തമാക്കും, മാടത്തെ കൊണ്ടുപോ വല്ലാടിക്കൂട്ടിലെ വല്ലേറ് കൊണ്ടുപോകും. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനെൻ കൊണ്ടുപോകും, മാടത്തെ കൊണ്ടുപോ വല്ലാടിക്കുമ്പിലെ വല്ലേറ് കൊണ്ടുപോകും. അറിയില്ല. അപ്പൊ എൻ്റെ അല്ല അതിനും റിമിട്ടോമിൻ്റെ പാട്ടി വേറെ പാട്ടുണ്ട്. ക്ലോസ് പടം റിമിട്ടോമി ആദ്യമായിട്ടും അവസാനമായിട്ടും നായികയായിട്ട് എത്തിയ പടം. ഇനി നായികയാകട്ടെ, ആഗ്രഹമുണ്ട് അവന്. എനിക്ക് പുള്ളിയോട് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. റിമിട്ടോമിക്കൊപ്പം വിളിച്ചു കഴിഞ്ഞാൽ പോകും. വേറെ ഭയങ്കര ഫാനാണ്. കാരണം റിമിട്ടോമി ആദ്യമൊക്കെ ആങ്കറിങ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമ്മയുടെ ഷോയിലൊക്കെ ഇനി എന്റെയൊക്കെ നായികയായിട്ട് വന്നു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ചിരിച്ചിരിച്ച് ബോധക്കട ഒരു ഭാര്യ വേഷമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ അതിന് ഒരു പാട്ട് പാടി നിർത്താൻ മുമ്പ് മറ്റേ അമ്മയുടെ പാട്ടും പാടാം. അതിന് വെച്ചിട്ട് ജയറാമേട്ടനും റിമിട്ടോമി അഭിനയിച്ച ചിത്രമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു, ടി വിയിലൊക്കെ നമ്പർ കിട്ടുക. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ആക്ഷേപഹാസ്യ പാട്ട. അന്തി നേരത്തെ വട്ടം ക്ലോക്ക് ചേട്ടൻ മണിയടിച്ചാൽ അടുക്കളയെന്ന് പെണ്ണുങ്ങൾ പായും. സീരിയലിൻ്റെ നേരത്തങ്ങാൻ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഗോസ്റ്റ് പോലെ പെണ്ണുങ്ങൾ കാണും. പ്രാർത്ഥനയും പഠിപ്പുമില്ല, പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല, 5-8 കൊല്ലം കഴിഞ്ഞിട്ടും ഭർത്താവ് പ്രേക്ഷിയെന്ന് വന്നാൽ നെവർ മൈൻഡ്. തിങ്കൾ മുതൽ വെള്ളി വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ, വേലക്കാരുടെ റോളിൽ വന്നാലും നായിക പെണ്ണിന് പട്ട് സാരി വേണം. വരുമാനത്തല്ലെന്ന സിനിമകൾ കാണുമ്പോൾ അമ്മായിയമ്മതെ പൊട്ടിച്ചിരിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ, അന്തി നേരത്തെ വട്ടം ക്ലോക്ക് ചേട്ടൻ മണിയടിച്ചാൽ അടുക്കള പെണ്ണുങ്ങൾ പായും. സീരിയലിന്റെ നേരത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഗസ്റ്റ് പോലെ പെണ്ണുങ്ങൾ കാണും. പ്രാർത്ഥനയും പഠിപ്പുമില്ല, കഞ്ഞി വെക്കാൻ നേരമില്ല, 5-8 കൊല്ലം കഴിഞ്ഞിട്ടും പുറത്ത് പ്രേക്ഷിയെന്ന് വന്നാലും നെവർ മൈൻഡ്. തിങ്കൾ മുതൽ വെള്ളി വരെ, വേലക്കാരുടെ റോളിൽ വന്നാലും നായിക പെണ്ണിന് പെട്ട് സാരി വേണം. മരുമളത്തിന് സീരിയൽ കാണുമ്പോൾ അമ്മായിയമ്മതെ പൊട്ടിച്ചിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുണ്ടല്ലോ, നമ്മൾ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് നാൾ റിവ്യൂസിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് നാൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇപ്പോൾ ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതർച്ചേട്ടാ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഒക്ടോബർ മുതൽ നമ്മൾ ഒരുപാട് പ്രൊജക്ട്സ് നമ്മൾ സൈൻ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, വാക്കാലുള്ള കരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3-4 പ്രൊജക്ട്സ് അപ്കമിങ് ആയിട്ട് ഇപ്പോൾ ചെയ്യണം. ഒരുപാട് 2 ഇറങ്ങാനുണ്ട്. ഗുലാൻ്റെ തട്ടടെ ഇറങ്ങാനുണ്ട്, ഗൂഡലും ഇറങ്ങാനുണ്ട്. അതിലും നല്ല നല്ല വേഷങ്ങളാണ്. ഇപ്പോൾ 17-ാം തീയതി ഒരു സിനിമ ഷൂട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റിവ്യൂ എപ്പോഴും നമ്മൾ റീച്ച് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഡൊമിനിക്കിന് വരാനാണ് പ്ലാൻ. അതിനു മുന്നേ ഇപ്പോൾ ഷൂട്ടുള്ളതുകൊണ്ടും പിന്നെ അടുത്ത മാസം വേറെ ബിഗ് ബഡ്ജറ്റ് സിനിമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേര് പറയുന്നില്ല പടത്തിൻ്റെ ഒന്നും, കാരണം പേര് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പടം ഷൂട്ട് ചെയ്തിട്ട് എന്തായാലും പറയാം. എന്തായാലും ആൾക്കാരോട് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ നാളെ സിനിമ ചെയ്യുമ്പോഴും ആൾക്കാർ നമ്മളെങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെപ്പോഴും റിവ്യൂ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നു. എന്നാലും കുറച്ച് കുഴപ്പമുണ്ട്. പബ്ലിക്കിൽ നടക്കുമ്പോൾ ചില സമയത്തൊക്കെ മിസ്ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ യൂബറിലൊക്കെ യാത്ര ചെയ്യുന്നത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് റാഗിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിയേറ്ററിൽ അത് വണ്ടി വലിയ വീക്കാണെന്ന്. കാരണം 6 വർഷമായി അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ട്രയൽ എടുത്തിരുന്നു. നല്ല സർവീസ് എനിക്ക് കിട്ടിയപ്പോൾ ട്രയൽ എടുത്തപ്പോഴേ ഭയങ്കര പാളിക്ക് പോകണം. കാരണം ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. കാരണം ഇനി ഒരുപാട് എനിക്ക് സ്റ്റേജ് ഷോസ് ഉണ്ട്, TV ഷോസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സീക്കാളത്തിലൊക്കെ ഷോസ് ഉണ്ട്. ഇപ്പോൾ മഴവിൽ മനോരമയിൽ ഒരു സീരിയൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഓൾ ഇൻ ഓൾ ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കാരണം സിനിമയിൽ മാത്രം അല്ലെങ്കിൽ റിവ്യൂസിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചിട്ടു. അതിപ്പോൾ ഒരുപാട് ബ്രേക്ക് എടുത്തു. അതിൽ നിന്ന് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സിനിമ സെറ്റുകളിൽ. അപ്പോൾ
സെറ്റിലേക്ക് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം സീരിയൽ സെറ്റിൽ ഞാൻ പോയി ലൊക്കേഷൻ നോക്കാൻ പോയപ്പോൾ കുഴപ്പമുണ്ടാകുന്നില്ല. അപ്പോൾ ഇനി ഷൂട്ടിംഗ് സെറ്റിൽ പോയി അഭിനയിക്കുമ്പോഴും കുഴപ്പമില്ലാണ്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് ചില പടത്തിൽ ചിലപ്പോൾ കസേര കിട്ടും, ചില പടത്തിൽ കയറാൻ കിട്ടിയാലും നമ്മൾ അത് വലിയ കാര്യമെന്ന രീതിയിൽ നമ്മൾ അഹങ്കരിക്കില്ല. ചിലരോർക്കും കയറാൻ എന്ന് പറഞ്ഞത് ചിലപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കയറ്റുന്നതായിരിക്കും, മനസ്സിലായോ, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുത്തിയാൽ. കാരണം പടങ്ങളുണ്ടല്ലോ ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടി നമുക്ക് മറ്റേ ബാഡ് ബോയ്സിൽ റൂം കിട്ടിയിരുന്നു. അപ്പോൾ ഓരോ സെറ്റിലും ഓരോരോ അനുഭവങ്ങളായിരിക്കുമല്ലോ. ചിലപ്പോൾ റൂം കിട്ടും, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ സിബൊക്കെ ഇട്ട സാധനമില്ല, പണ്ട് ഇങ്ങനെ മറ്റേ ഇരിക്കുമ്പോൾ ഇരിക്കുമല്ലോ ഹട്ടിങ്ങനെ, ടെൻറ്റ്, ചില സെറ്റിലെ ടെൻറ്റൊക്കെ ഉണ്ടാവും. മാനുവൽ ബോയ്സിൻ്റെ സെറ്റിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ടെൻറ്റ് അടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ മലയാള സിനിമയിലേക്കുള്ള ചുവടുവെപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിനിയും ഒരുപാട് വേദികളിൽ കണ്ടുമുട്ടും വരെ ബൈ പറയുന്നു. അതിന് മുമ്പ് അമ്മൂടെ പാട്ട് പറഞ്ഞ് നിർത്താം. ചില കുടുംബത്തിൽ നടക്കുന്ന ഒന്നാണേ അന്നും ഇന്നും മാറ്റിടുന്ന അന്നും ഇന്നും പെണ്ണാണ് അമ്മുമ്മ, പെണ്ണാണ് അഗ്നീസ, പെണ്ണാണല്ലോ. കുടുംബത്തെ കുറ്റങ്ങൾ പാടി പാടി നടക്കുന്ന അമ്മുമ്മ, അത് ഇടക്കൊച്ചി അമ്മുമ്മ, എൻ്റെ അമ്മുമ്മ. കുറ്റങ്ങൾ പറഞ്ഞും ലോകത്ത് നടക്കും. ഇപ്പൊ വയ്യാണ്ടായി, 74 വയസ്സായി പോയി, ശരീരം പാടെ തളർന്നു. എങ്കിലും കുറ്റങ്ങൾ പറയാനുള്ള ഒരു ധൈര്യം ഈ പ്രായത്തിലുമുണ്ട്. മമ്മൂക്കൻ്റെ പ്രായമുണ്ടെങ്കിൽ പോലും മമ്മൂക്കയ്ക്ക് ആരോഗ്യമുണ്ട്, പക്ഷേ അമ്മുമ്മയ്ക്ക് ആരോഗ്യം പോലുമില്ലല്ലോ. എന്നെ മച്ചാന്മാരെ, അമ്മുമ്മ പൊളിയാണ്. ജീവിതമെന്നാൽ അമ്മുമ്മയ്ക്ക്, എൻ്റെ അമ്മുമ്മ അഗ്നീസ് അമ്മുമ്മയ്ക്ക് ഒരു പമ്പരം പോലെ. വാതല് തുറക്കടി, വാതല് അടക്കടി, ജനാല തുറക്കടി, നമ്മുടെ അമ്മുമ്മ, ഇടക്കൊച്ചി അമ്മുമ്മ, അതും അഗ്നീസ അമ്മുമ്മ, ഡിസ്കോ അമ്മുമ്മ, തരികിട അമ്മുമ്മ, ഫ്രീക്കി അമ്മുമ്മ, അടിപൊളി അമ്മുമ്മ, ഇടക്കൊച്ചി അമ്മുമ്മ. ചില കുടുംബത്തിൽ നടക്കുന്നതൊന്നാണ് അന്നും ഇന്നും മാറ്റിടുന്ന അന്നും ഇന്നും പെണ്ണാണ്. അഗ്നീസ പൊളിയാണ്, അഗ്നീസ അമ്മുമ്മ ആകപ്പാ സീനാണല്ലോ. അതുകൊണ്ട് മാത്രമല്ല ആള് മൊത്തം മലമ്പാണ്. നാട്ടുകാര് കണ്ടാല് കുറ്റങ്ങൾ പാടി നടക്കും. മരുമോളെ പറ്റിയും പേരക്കിടാവിനെ പറ്റിയും കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് അമ്മുമ്മയ്ക്ക്. നാളെ അമ്മുമ്മയുടെ പേരിലൊരു സിനിമ വരെ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ.